ഓരോ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ബ്രസീൽ അവിടെ നടന്നു, 2 പ്രാവശ്യത്തിൻ്റെ മുന്നേയുള്ള ലോകകപ്പ് അവിടെയാണ് നടന്നത്. അതിനുശേഷം അവർ വലിയ ദാരിദ്ര്യത്തിലേക്ക് എത്തിയെന്നാണ്. സ്റ്റേഡിയം ഉണ്ടാക്കണം, ആ നിർമ്മാണ കാലത്ത് കുറച്ച് ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടും, പിന്നെയോ വെറുതെ കിടക്കും. ഇനി സൗദി അറേബ്യ സ്റ്റേഡിയം നിർമ്മിക്കാനിരിക്കുന്നു. ഒരു തൂണിലാണ് ആ സ്റ്റേഡിയം, ഒരു തൂൺ, ആ തൂണിൽ ഒരു സ്റ്റേഡിയം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ പള്ളിൻ്റെ അത്രയൊന്നും മനസ്സിലാക്കുമോ? പടച്ചോനെ, ആ വലിയ സംഭവം ഒരു തൂണിലാണ് ഉണ്ടാവുന്നത്. എത്ര പണം വേണ്ടി വരും? നമ്മുടെ ഇന്ത്യ പോലെയുള്ള ദരിദ്ര രാജ്യങ്ങളാണ് ക്രിക്കറ്റിൽ മുന്നിലുള്ളത്. എന്താ കൗതുകം എന്ന് എനിക്കറിയില്ല. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ പട്ടിണിക്കാരാണ് അതിലെ ഏറ്റവും വലിയ സ്റ്റാറുകൾ. കണ്ടുപിടിച്ചു എന്നുള്ള ആൾക്ക് ഇംഗ്ലണ്ടും പിന്നെ ഓസ്ട്രേലിയയും കുറച്ച് സമ്പന്ന രാജ്യങ്ങൾ അവരതിലുള്ളത്. ഇതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന കോടികൾ, അതൊരു നിർമ്മാണാത്മകമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്പോർട്സിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് കൊണ്ട് കിട്ടുന്ന എന്താണ്? അന്താരാഷ്ട്ര തലത്തിലൊരു നല്ല പ്രതിച്ഛായ കിട്ടും. ഇപ്പൊ ക്രിക്കറ്റിൽ അമേരിക്ക തീരെ സ്റ്റാർ അല്ല, അതുകൊണ്ട് അവർക്ക് വല്ല പ്രതിച്ഛായം കുറവുണ്ടാവും. അപ്രകാരം തന്നെയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഒരു ലോകകപ്പൊക്കെ വരുമ്പോഴത്തേന് റോഡ് നന്നാവും, പക്ഷെ അതിന്റെ മറുവശം ഉണ്ടാവും, കുറെ പാവപ്പെട്ടവന്മാരുടെ വീടും കടയും പൊളിഞ്ഞു പോയിട്ടുണ്ടാവും, കുറെ മാർക്കറ്റ് തൂത്തുമാറ്റിയിട്ടുണ്ടാവും. ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ കുറെ കോൺട്രാക്ടർമാർക്കും കുറെ ലേബേഴ്സിനും പണി കിട്ടും. പക്ഷേ ഈ വലിയ വലിയ സ്റ്റേഡിയങ്ങൾ 10 രൂപ നിർമ്മിക്കുന്നതിൻ്റെ കോടാനക്കോടികൾ അതെങ്ങനെ ലാഭത്തിലേക്ക് എത്തുക? ആ സ്റ്റേഡിയം പൊതുവെ പിന്നീട് പുല്ല് മുളച്ച് ഉപയോഗശൂന്യമായി കിടക്കും.